കോട്ടയത്തിന്റെ എറണാകുളത്തിനെ സംഗമ സ്ഥാനത്താണ് നമ്മൾ ഇരിക്കുന്നത്. കണ്ണിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായ ശ്രീധരിയവും ഉണ്ട് ഇവിടെ. കൂത്താട്ടുകുളത്തിന്റെ പ്രശസ്തി സ്വാതന്ത്ര്യ സമര സേനാനികളാണെങ്കിൽ രുചികളുടെ ലോകത്തേക്ക് ഒരു പുതിയ ഫീലിംഗ് കൂത്താട്ടുകുളത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത് ഈ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ശേഷം? എന്ത് തോന്നുന്നു? ഇത് ടേസ്റ്റ് ഫീലിംഗിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും പുതിയ പുതിയ ഭക്ഷണം, പുതിയ ഒരു നല്ല ഭക്ഷണം എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തേടിപ്പോയി അത് കഴിക്കുക, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക, അങ്ങനെ ഒരു താല്പര്യം ആൾക്കാർക്കുണ്ട്. പുതിയ ഭക്ഷണങ്ങൾ എല്ലാം ട്രൈ ചെയ്യണം. അല്ലാണ്ട് ഈ നമ്മുടെ പഴയ ആ ഒരു കാര്യങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ പോലെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യണം. പല രാജ്യത്തെ കഴിക്കണം, പലതരത്തിലുള്ളത് കഴിക്കണം. ഭയങ്കര ഒരു ഇൻട്രസ്റ്റോ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലത്തെ ഒരു ഫുഡ് ചെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോൾ കൂത്താട്ടുകുളത്താണെങ്കിലും ഇതുപോലത്തെ ഒരു സംഭവം ഇവിടെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവിടെയുള്ളവർക്കും ഇവിടേക്ക് ഓടി വന്നാൽ മതിയല്ലോ, തൊട്ടടുത്ത് ഒരെണ്ണം സ്റ്റാർട്ട് ആകുമ്പോൾ പിന്നെ അവർക്ക് ഓടി ഇങ്ങ് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് കൾച്ചർ ഇപ്പൊ നമുക്കുണ്ട്. കൗമാരത്തിന്റെ യൗവനത്തിന്റെ ഒരു കാലഘട്ടത്തിലെ രുചിയുടെ മുകളിങ്ങൾക്ക് പലധികം അർത്ഥവ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. എനിക്കത് തോന്നിക്കാണും, ഇതിന്റെ ഒരു ഫീലിംഗ് കാണുന്നത്. ലോകസഞ്ചാരം നടത്തുന്നവർക്കൊക്കെ അവരൊക്കെ പറയുന്ന കാര്യം രുചിയുടെ കാലത്ത് മലയാളികൾക്ക് ഒരു പ്രത്യേകമായ അർത്ഥവ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. എന്താ തോന്നുന്നത്? സിനിമാ ലോകത്തിൽ നിന്നും ഇവിടെ ഇങ്ങനെയൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടതേ ഉള്ളൂ, ഒരു ഇൻസ്റ്റയിൽ തന്നെ ഒരു ഇത് കണ്ടതാണ്. ഞാൻ ആളുടെ പേര് ഓർക്കുന്നില്ല. ഒരു വലിയ ഒരു പേര് കേട്ട ഒരു ഫേമസ് ഒരു ഷെഫാണ്, ഇറ്റാലിയനോ മറ്റോ ആണ്. അപ്പോൾ ആള് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലേക്ക് നമുക്ക് ഒരു രാജ്യത്ത് നമുക്ക് ഒരു സ്ഥലത്തേക്ക് നമുക്ക് വീണ്ടും പോകാൻ തോന്നുന്നു. അവിടുത്തെ ഭക്ഷണം നല്ലതാവുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടേക്ക് വീണ്ടും വിസിറ്റ് ചെയ്യാൻ. അതേപോലെ മൾട്ടിപ്പിൾ ടൈംസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി വെറൈറ്റി നല്ല നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്നൊരു സ്ഥലമാണ് ഇന്ത്യ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഞാനും ഫുഡിയാണ്, എനിക്ക് ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാനും പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാനും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. അവസരങ്ങൾ എല്ലാവർക്കും വരണം. ഭക്ഷണത്തിന്റെ ആ രുചി കണ്ടത് ഇങ്ങനെ ഏറെക്കുടിങ്ങനെ വന്നോണ്ടിരിക്കും. വലിയൊരു വ്യത്യാസമുണ്ട്. നാം വർത്തമാനം പറയാനും അല്ല, രുചി അളക്കാനും കൂടിയുള്ള ഉപകരണം അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ രുചിഭേദങ്ങളിലൂടെ ഒരു മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു ടോക്കിംഗ് പാർലർ, ടേസ്റ്റ് ടോക്കിംഗ് പാർലറായിട്ട് ഇപ്പം ഇവിടെ ഫുഡ് കൾച്ചർ മാറുന്നു. എന്താ എങ്ങനെയാ തോന്നുന്നു? അതിനെ നമ്മൾ എങ്ങനെയാ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുക? മലയാളികളോട് എന്ത് പറയാൻ പറ്റും? ഭക്ഷണം ശരിക്കും ഒരു നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, അത്യാവശ്യം എന്നുള്ളത് മാത്രമല്ല, ഭക്ഷണം ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്കഷൻ കാര്യങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, എല്ലാ കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്നതിന് ഭക്ഷണം ഒരു വലിയ ഫാക്ടർ തന്നെയായിട്ട് തോന്നിയിരുന്നു. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഒന്ന് ബോറടിച്ചിരിക്കുകയാണ്, നമുക്ക് എവിടെയെങ്കിലും കഴിക്കാൻ പോകാം എന്നുള്ളതാണ് ആദ്യം ആലോചിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചിൽ മൂഡിലേക്ക് അത് വരും. ലൈക്ക് നമ്മളെ ഈസി ആക്കുന്ന ഒരു മൂഡിലേക്ക് വരും. അപ്പോൾ എനിക്കും ശരിയാണ്. കൊച്ചിയുടെ വാണിജ്യ ലോകത്തു നിന്നും കാക്കനാട്ടിൽ നിന്ന് മണ്ണിനെ പറഞ്ഞ ശശാങ്ക് എന്താ ഈ ലാവശ്രീയിലൂടെ കൂത്താട്ടുകുളത്തിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ കൂത്താട്ടുകുളംകാരും വളരെയധികം ഘരഘോഷത്തോടു കൂടിയാണ് ഇത് ഏറ്റുവാങ്ങുന്നത്. പ്രത്യേകിച്ച് സാബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂത്താട്ടുകുളത്തിന്റെ വാണിജ്യ രംഗത്ത് അറിയപ്പെടുന്ന മുദ്രണം ചെയ്യപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. മർച്ചന്റ് അസോസിയേഷന്റെ മർക്കോസ് ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു പിന്തുണയുണ്ട്. തീർച്ചയായിട്ടും യൗവന കൗമാരക്കാരുടെ യൂത്ത്സിന്റെ ഒരു ഫുഡ് കൾച്ചറായിട്ട് ശശാങ്കൻ ടീമിനെ മാറാൻ കഴിയട്ടെ അല്ലേ? ഗംഭീരമായിട്ട് വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. സാർ ഷേഖാനോടെ കൊടുത്തത്. Okay, thank you. Okay, thank you. Sabu. Okay. Nice talking to you.